ഞാൻ അവളോട് പറഞ്ഞു, നീ എൻ്റെ കാല് ഒക്കെ കാണണം, അത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നീ എസ് പറയാവൂ, കാരണം ജീവിതമാണത്. ഒരു പക്ഷെ നീ ചിലപ്പോ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ചെയ്ത് വിവാഹം നടന്നോട്ടെ എന്ന് വിചാരിച്ചേക്കാം. അങ്ങനെ ചെയ്യരുത്. എന്റെ കാല് മുഴുവനായിട്ട് നീ കാണണം, കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നീ എന്നെ സ്വീകരിക്കാവൂന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, കാല് ഒന്നും എനിക്ക് കാണണമെന്നില്ല, കാരണം കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെ സംഭവിക്കാലോ, കാലോ കയ്യോ നഷ്ടപ്പെടാം, പലതും സംഭവിക്കാം. അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊന്നും കാണണമെന്നില്ല, അതൊന്നും കാണിക്കും വേണ്ട, എനിക്കിഷ്ടായി എന്ന് പറഞ്ഞു. അത് ഒത്തിരി എന്നെ സ്പർശിച്ചു. പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. വളരെ അത് സ്നേഹത്തോടെ കൂടി അവളെ സ്വീകരിച്ചു. എൻ്റെ പേര് ജോസ്, ഭാര്യയുടെ പേര് ഷിജി, വീട്ടും പേര് ഊക്കൻ. ഞങ്ങൾ ഇരിങ്ങാലക്കുട രൂപതയിലെ എലിഞ്ഞിപ്ര ചവുക്ക ഇടവാംഗങ്ങളാണ്. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. മൂത്ത മോൻ്റെ പേര് സാമുവല്, രണ്ടാമത്തെ ആള് ഗബ്രിയേല്, മൂന്നാമത്തെ ആള് ഡാനിയേല്, നാലാമത്തെ ആള് ജോണല്. പിന്നെ അപ്പച്ചനും അമ്മച്ചിയുണ്ട്. അപ്പച്ചൻ കടപ്പ് രോഗിയാണ്. അമ്മച്ചി അപ്പച്ചനെ സഹായിച്ച് വീട്ടില് ഹെൽപ്പൊക്കെ ചെയ്ത് അപ്പച്ചനെ നിൽക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ അമ്മച്ചി തന്നെ എല്ലാം അപ്പച്ചനെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മച്ചി മൊത്തത്തിലൊരു ഇൻവോൾവ്ഡ് ആണ്. കൂടുതലും മക്കള് വേണമെന്ന് കൊച്ചുനാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവ് വെച്ച കാലം തൊട്ട് നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം കൂട്ടുകുടുംബങ്ങൾ ഒത്തിരി കണ്ട് വളർന്നതാണ്. മെയിൻ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു പറഞ്ഞാല്, ഞാനും എന്റെ ചേച്ചിയും തമ്മില് ഒരു 10 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ചേച്ചി, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ് ചേച്ചി പോയി. അപ്പോ ഒത്തിരി സങ്കടമായിരുന്നു എനിക്ക്. എന്റെ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആകെ എനിക്കുള്ളത് അപ്പച്ചനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. അപ്പോ പുറത്തു പോയി കളിക്കേണ്ട അല്ലെങ്കിൽ കൂട്ടുകൂടേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി. അപ്പൊ എന്റെ ജീവിതത്തില് എന്റെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാവരുത്. അപ്പോ അത് മാത്രല്ല, ഈ ദൈവവചനം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 1:28 പറയുന്നു, നിങ്ങൾ പെരുകണം. മൂത്തവൻ സാമുവല്, അവൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. പിന്നെ ഇത്തിരി ഈ 9ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ ഇത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഇതൊക്കെ കാണിക്കും. മറ്റേതാവ എല്ലാ പണികളും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്യും, അടിച്ചു വാരും ക്ലീൻ ചെയ്യും എല്ലാം. പിന്നെ രണ്ടാമത്തവൻ ഗബ്രിയേല്, അവൻ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യും, തേങ്ങ ചിരകി തരും, പിന്നെ അടിച്ചു വാരി ക്ലീൻ ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ പറയും അവരോട്, കുറേശ്ശെ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ തന്നെ കഴുകുക എന്ന് പറയുമ്പോൾ യൂണിഫോമൊന്നും കഴിക്കില്ല, അത് അവർ ചെയ്താലും ക്ലീൻ ആവില്ല. പിന്നെ മറ്റുള്ള ഡ്രസ്സുകളൊക്കെ ഇടയ്ക്കൊക്കെ കഴുകും. 4 പേരും ഓരോന്ന് സഹായിക്കും, ചെടി നനയ്ക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. പിന്നെ മൊയിലുണ്ട്, അതിന് പുല്ല് കൊടുക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ അവർക്ക് ഒരു മടി ഉണ്ടാവും, എന്നാലും സഹായിക്കും. അമ്മയ്ക്ക് വയ്യ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഒക്കെ ചെയ്യും. മൂന്നാമത്തെ ആള് എന്ന് പറഞ്ഞൊരു പന്ത് നമ്മൾ താഴ്ത്തിട്ടാൽ എങ്ങനെയാ അതിങ്ങനെ ചാടി ചാടി പോയിക്കൊണ്ടിരിക്കും. പുള്ളി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കില്ല, ഭയങ്കര ആക്റ്റീവായിരിക്കും ആള്. ആള് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു, പാട്ട് പോ, ചിലപ്പോ വെറുതെ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും. അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ ഡാൻസ് ഒക്കെ കളിക്കുന്ന നിന്നിട്ട് ഒരു മറ്റുള്ളവരൊരു വ്യത്യസ്തനാണ് മൂന്നാമത്തെ ആൾ. അങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും. 4ാമത്തെ ആളെന്ന് പറയണെങ്കിൽ മുയല്, പ്രാവ്, മീൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഒത്തിരി ആൾക്ക് ആഗ്രഹമാണ്. ചെടിയൊക്കെ നട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുക, പിന്നെ അതിന് പരിപാലനം, ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് ആഗ്രഹമാണ്. അപ്പൊ ഈ കോഴി അല്ലെങ്കിൽ ഈ മുയല്, ഇതിനോടൊക്കെ ഒരു ഐറ്റങ്ങൾ നോക്കാനുള്ള ഒരു പ്രത്യേകത ഈ 4ാമത്തെ ആൾക്കുണ്ട്. അതിന്റെ പേര് ജോണൽ എന്നാണ്. നമ്മൾക്ക് മറ്റുള്ള സാമ്പത്തികമായിട്ട്
ഉയർച്ചയിലുണ്ടെങ്കിൽ മാത്രമല്ല മക്കളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ താല്പര്യം കൂടുതൽ മക്കൾ വേണം. സാമ്പത്തികമായിട്ട് ഇതിന് ബന്ധില്ല ഉണ്ട്, എന്നാലും നമ്മൾ കൂടുതൽ മക്കൾ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എനിക്ക് കൂടുതൽ ആഗ്രഹം എനിക്കൊരു പെൺകുട്ടി വേണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹമാണ് എനിക്ക്. എനിക്ക് മറ്റു പള്ളിയിൽ പോയാലും എവിടെ പോയാലും എനിക്ക് പെൺകുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭയങ്കര സങ്കടം. എനിക്കൊരു പെൺകുഞ്ഞില്ലല്ലോ, എൻ്റെ മക്കൾക്കാണെങ്കിലും പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മക്കള് ഭൗതികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മള് സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ മക്കള് കൂടുതലുണ്ടായിട്ട് കാര്യമുള്ളൂ. ആ ഒരു ചിന്താഗതിയിൽ നിന്നും നമുക്ക് ദൈവികമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് മക്കള് കൂടുതൽ ഉണ്ടാവുന്നതനുസരിച്ച് ദൈവത്തിന് ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ അനുഗ്രഹം നമുക്ക് കിട്ടും. അത് നമ്മുടെ കാര്യങ്ങൾ ദൈവം ഇടപെടാൻ ചിലപ്പോൾ തക്ക സമയത്തായിരിക്കും, ചിലപ്പോൾ നേരത്തെയോ അല്ലെങ്കിൽ ഇടപെടാതെ ഇരിക്കില്ല. നമുക്ക് തക്ക സമയത്ത് ദൈവം നമ്മുടെ ഇടപെടും. എന്ന് വെച്ചാൽ ഞങ്ങളുടെ 4 മക്കളുടെ ഡെലിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് ഏകദേശം ഒരു ഡെലിവറിക്ക് 6500 രൂപ ചെലവ് വന്നിട്ടുള്ളൂ. ഇന്ന് ഒരു ഡെലിവറിക്ക് എന്ന് പറഞ്ഞാല് ഒരുപാട് ലക്ഷങ്ങൾ, 2 ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റിലെ തന്നെ ദൈവത്തിന് നമ്മുടെ ആദ്യത്തെ കുട്ടീനെ നമ്മൾ സമർപ്പിക്കണം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് എന്റെ മകന് ഞാൻ സാമുവൽ തന്നെ പേരിട്ടത്. ഒരു വൈദികനാക്കണം എന്നുള്ളൊരു ചിന്തയോട് നമ്മൾ പറയില്ലേ, നിന്റെ ആദ്യത്തെ ദൈവത്തിന് കൊടുക്കണം എന്ന്. ആ ഒരു എന്റെ മനസ്സിൽ ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ട്. അപ്പൊ എന്റെ മക്കളെ ദൈവത്തിന് കൊടുക്കണം എന്നുള്ള ചെറുപ്പം തൊട്ടേ എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഈ പ്രസവങ്ങളുടെ സമയത്ത് എന്റെ ഭാര്യയുടെ അപ്പൻ വിളിച്ചു പറയും, ഇതാ ഇന്നമാതിരി കുട്ടി ജനിച്ചു, ആൺകുട്ടിയാണ്. അപ്പൊ നമ്മള് ഓൾറെഡി വണ്ടി നിർത്തി, ഞാൻ ചിലപ്പോ ഭാര്യയുടെ വീട് കുന്നംകുളത്തായിരിക്കും, അപ്പൊ കുന്നംകുളത്തേക്ക് പോകുന്ന ഒരു വഴിയായിരിക്കും. അപ്പൊ വിളിച്ചു പറയുന്നു. ആ സമയത്ത് നമ്മള് ചിലപ്പോ ബൈക്കിൽ നിന്ന് ഇറങ്ങി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ സാധാരണ പോവാറ്. നമ്മള് ദൈവത്തിന് നമ്മുടെ ജീവിതം, നമ്മുടെ മക്കളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആ തക്ക സമയത്ത് നമുക്ക് ഇടപെടും. നമ്മുടെ ജീവിതത്തില് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നൊരു ചിന്താഗതി എനിക്കുണ്ട്. മക്കളെ നല്ല രീതിയിൽ നമുക്ക് പള്ളിയിലായാലും അവരെല്ലാം മൂത്തവർ 2 പേരും അൽത്താരബാലന്മാരാണ്. പിന്നെ ഞങ്ങൾ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോവാറുണ്ട്. ഞങ്ങൾ പോവാത്ത ദിവസം മക്കളെന്തായാലും പോവാറുണ്ട്. പിന്നെ വല്ല വയ്യായോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾ പോവാണ്ടിരിക്കാറുള്ളൂ, അല്ലെങ്കിൽ പോവും. മക്കളിപ്പോ 2 പേരിൽ കൂടിക്കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റവരൊക്കെ നമ്മളെ അങ്ങനെ എന്തിനാ അതിന്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോ 4 മക്കളായപ്പോ കളിയാക്കാനൊക്കെ ചില ആളുകള് ഇങ്ങനെ നമ്മളെ കളിയാക്കുന്ന പോലെയൊക്കെ അവര് പറയാറുണ്ട്. അങ്ങനെ നേരിട്ടല്ലെങ്കിലും അത് സംസാരത്തിൽ കൂടെയൊക്കെ. അപ്പൊ തോന്നുന്നു നമുക്ക് അയ്യോ, അത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോവാതിരുന്നാൽ മതി. മനുഷ്യരെ നമ്മൾ നോക്കാതെ നമ്മൾ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയാൽ, നമ്മൾ കുറ്റമറ്റ വിധം നമ്മുടെ കൽപ്പനകളൊക്കെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അത് കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളിൽ നിന്നായിരിക്കും നമുക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ അവര് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും നമുക്ക് അവര് കോഡ് വെച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയും. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കാതിരുന്നാൽ മതി. അപ്പൊ കൂടുതൽ നമുക്ക് പ്രഷർ മറ്റുള്ളവരെന്നില്ലെങ്കിലും നമ്മുടെ അറിയാവുന്നവര് അല്ലെങ്കിൽ കൂടുതൽ അടുത്തറിയുന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും നമുക്കൊരു വാക്കുകൊണ്ട് നമുക്ക് ഒരു വിഷമം തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറച്ച് ചിന്തിക്കും. ആ മറച്ച് ചിന്തയേക്കാളുപരി നമ്മൾ ദൈവത്തിലേക്ക് നോക്കി ആ നന്ദി പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇപ്പൊ മക്കൾ കൂടുന്തോറും നമുക്കറിയാം സാമ്പത്തിക മേഖലകളൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ടൈറ്റ് വരും. അപ്പൊ അത് തക്ക സമയത്ത് ദൈവം ഇടപെടും. ഇപ്പൊ ഞങ്ങക്ക് 5 മക്കള് വേണമെന്നാണ് ഞങ്ങക്ക് ആഗ്രഹം ആദ്യമേ തൊട്ട്. പക്ഷെ ഇപ്പൊ 4 ആയിട്ടുള്ളൂ, ഒരെണ്ണം കൂടി വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടീനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മൊബൈൽ ഫോണ് ഇവര് സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അപ്പം അവര് വന്നെടുക്കും.
നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒന്നില്ലെങ്കിൽ മാറ്റി വയ്ക്കും. ഇപ്പം അവർ ഫോൺ വരണത് അങ്ങനെ സൈലൻ്റ് ആക്കി ഇടും. അപ്പം നമ്മൾ കേൾക്കില്ലല്ലോ. അങ്ങനെ ഗെയിം കളിക്കലാണ് അവർക്ക് ഒഴിവ്. വല്ലപ്പോഴും കിട്ടുമ്പോൾ അങ്ങനെ എടുക്കും. നമ്മൾ കാണുമ്പോൾ വാങ്ങിച്ചു വെക്കും. നമുക്ക് ഫോൺ കിട്ടിയോടുകൂടി ഈ ഫോണുകള് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ആ ഫോൺ അവിടെ വെറുതെ ഇരിക്കല്ലേ, അപ്പൊ ഞങ്ങൾക്ക് കുറച്ചു നേരം തായും എന്നൊക്കെ ഇവര് ചോദിക്കും. അപ്പൊ നമ്മള് ഇവരോട് പറയുന്നത്, നിങ്ങൾ നന്നായി പഠിച്ച് നിങ്ങൾക്ക് സ്കൂൾ പൂട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ കാണാനായിട്ട് കുറച്ചു നേരം ഞങ്ങളുടെ മുന്നിൽ തന്നെ വെച്ച് നിങ്ങൾക്ക് കാണാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് തരും. അതിനുശേഷം ഞാൻ അത് വീണ്ടും എടുത്തു വെക്കും. അപ്പൊ പഠന സമയങ്ങളിലൊന്നും അവർക്ക് കൊടുക്കില്ല. ഇടയ്ക്കൊന്നും സ്കൂളിൽ ഇപ്പൊ ഞാൻ കുറെ നാളുകളായിട്ട് നമ്മള് ഫോൺ എടുത്തു വെക്കാണ്. ഇവര് കാണാത്ത സ്ഥലങ്ങൾ നമ്മൾ എടുത്തു വെക്കും. കാരണം ഇവർക്ക് പ്രലോഭനം ഉണ്ടാവും, അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചു നേരം കളിക്കുക അല്ലെങ്കിൽ കാണാന്നുള്ളത്. അപ്പൊ ഇവര് കാണാതെ തന്നെ നമ്മളത് എടുത്തു വെക്കും. പിന്നെ സ്കൂളിൽ പൂട്ടുമ്പോ അവര് ചോദിക്കും, പപ്പ ഞങ്ങക്ക് കുറച്ചു നേരം തായും. അപ്പൊ നമ്മള് കുറച്ചു നേരം അവർക്ക് കൊടുക്കും. അത് അവരെന്താ ചെയ്യണമെന്നുള്ളത് നമ്മളത് വാച്ച് ചെയ്യും. മതബോധനം ഇപ്പോ എല്ലാവരും പോകുന്നുണ്ട്. ഇപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നമ്മള് ലീവ് എടുക്കുന്നുള്ളൂ. മതബോധനത്തിൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വല്ല രോഗാവസ്ഥയാണെങ്കിൽ ഇപ്പൊ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ അത്ര അത്യാവശ്യമുള്ള കേസുകൾ മാത്രമേ നമ്മള് പോവാതിരിക്കുള്ളൂ. ബഹുഭൂരിപക്ഷവും നമ്മളിവിടെ മതബോധനത്തിന് പറഞ്ഞു വിടും. അപ്പൊ നല്ല രീതിയിലാണ് നമ്മുടെ ഇടവകയിൽ നമ്മൾ കാറ്റീസ് നല്ല രീതിയിൽ പോകുന്നു. നന്നായി ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ലോകത്തിന്റെ ആത്മീയ തറവാടാണ് പോട്ടാശ്രമം. ഈ പോട്ടാശ്രമം ഞങ്ങളുടെ ജീവിതത്തില് ഒത്തിരി ബന്ധങ്ങളുള്ളതാണ്. ഇപ്പൊ ഞാൻ ചെറുപ്പം തൊട്ട് പോട്ടാശ്രമത്തില് വെള്ളി ശനിയാഴ്ചകളിലൊക്കെ പോയിരുന്ന വ്യക്തിയാണ്. അത് തുടങ്ങിയതിന് ശേഷം പിന്നെ 95 നമ്മൾ ധ്യാനം കൂടിയിരുന്നു. എനിക്കൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആക്സിഡന്റിന് ശേഷം ഞാൻ അവിടെ ധ്യാനം കൂടി. അതിനുശേഷം മിക്ക ശനി അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ സാധിക്കുന്ന വെള്ളിയാഴ്ചകൾ പോട്ടാശ്രമങ്ങളിൽ പോകും. അപ്പൊ ഭാര്യേനെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യേനെയും കൊണ്ടുപോകും. കാരണം നമ്മൾക്ക് ഒത്തിരി അനുഭവങ്ങൾ പോട്ടാശ്രമം വഴി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തൊട്ടടുത്താണ് തന്നെ. ഇവിടുന്ന് ഇപ്പൊ ഒരു 4-4.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോട്ടയിൽ എത്താം. അപ്പൊ ബൈക്കിന് പോകും. അപ്പൊ വൈഫിനെ കൊണ്ടുപോകും. പ്രഗ്നന്റ് ആണെങ്കിലും അവിടെ പോയി പ്രാർത്ഥിക്കും, വചനം കേൾക്കും. ഏകദിന, അതായത് ശനിയാഴ്ചകളിലാണെങ്കിൽ ഞങ്ങൾ കാലത്ത് പോയിട്ട് വൈകിട്ട് വരെ ഇരിക്കും. ധ്യാനം കൂടി ഒരു 1 ഡേ ധ്യാനം കൂടി പോരും. സെക്കൻഡ് സാറ്റർഡേയിൽ കുട്ടികളെയും കൊണ്ട് ബൈക്കിന് പോകും. എന്നിട്ട് അവരവിടെ കുട്ടികളുടെ ഒരു ധ്യാനം ഉണ്ട്. അതിലേക്ക് അവരെ ഇരുത്തി അവിടെ പാട്ടും ആരാധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് അവിടെ ഇരിക്കും. വലിയവര് വേറെ സെക്ടറിലിരിക്കും. അങ്ങനെ എല്ലാ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് വീട്ടിലേക്ക് വരും. അങ്ങനെ അതായത് നിന്നിട്ടുള്ള ധ്യാനങ്ങള് കുറവാണ് കൂടിയിട്ടുള്ളത്. ഇതേപോലെ 1 ഡേ ധ്യാനങ്ങളിൽ പോവും. അപ്പൊ ഒത്തിരി അനുഭവങ്ങള് അതിലൂടെ നമുക്ക് കിട്ടും. പോട്ടാശ്രമത്തിലൂടെ ഇപ്പൊ നമ്മളുടെ ഒക്കെ ഒരു വ്യത്യാസം, എന്റെ ജീവിത രീതിയൊക്കെ മാറാനുള്ള ഒരു കാരണം പോട്ടാശ്രമമൊക്കെയാണ്. കാരണം ഈ ധ്യാനങ്ങളും വചനങ്ങളൊക്കെ കേട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾക്കും അത് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇവരെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ സാധിക്കുന്ന ദിവസങ്ങൾ കൊണ്ടുപോകും. പിന്നെ പെട്ടെന്ന് നമുക്കൊരു വിഷമം തോന്നി, ബുദ്ധിമുട്ട് തോന്നി, നമ്മൾ പോട്ടാശ്രമത്തിൽ ചെല്ലും. കൗൺസിലിംഗ് ഉണ്ട്, കുമ്പസാരുണ്ട്. ഒന്ന് പോയി കുമ്പസാരിക്കും. അപ്പൊ ഒന്ന് ഫ്രഷായി, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഫ്രഷായി, ചിലപ്പോ നമ്മുടെ മനസ്സ് നൊന്ത് നമ്മളൊന്ന് ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെ ഒരു പ്രകാശം നമ്മുടെ മനസ്സിന് കിട്ടും. അപ്പൊ നമ്മള് ഒരു അനുഭവം കിട്ടും. നമ്മൾ തിരിച്ചു പോരും. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ ഓടിയെത്തുന്നത് പോട്ടാശ്രമത്തിലായിരിക്കും. എനിക്ക് 18 വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം. ഒക്ടോബറിൽ എനിക്ക് 18 വയസ്സായി. നവംബറിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. നവംബർ 23-ാം തീയതി. ഞാൻ ചെല്ലുമ്പോഴൊരു ഒരു ഓട്ടോറിക്ഷയിലാണ് ഞാൻ ആദ്യം വെച്ചാൽ ഷിജിയെ കാണാനായിട്ട് പോകുന്നത്. വീട്ടില് അപ്പച്ചൻ, അമ്മ, 2 ആങ്ങളമാര്, വീട്, അങ്ങനെ ഒരു ഇതിലാണ് പോകുന്നത്. ഡ്രസ്സ് അങ്ങനെ ഞാൻ ഓർക്കണില്ല. ആൾക്ക് കൂടുതൽ ലൈറ്റ് കളർ ഷർട്ടുകളാണ് ആൾക്ക് ഇഷ്ടം. പിന്നെ പാൻറ് ഷർട്ട് ഇഞ്ച് ചെയ്ത് ആണ് വന്നത്. ചേച്ചിയും പിന്നെ ഞങ്ങളുടെ ഒരു മേമ
അങ്ങനെ 2-3 പേരായിട്ടാണ് വന്നത് അവര്. ഞാൻ അവളോട് പറഞ്ഞു, നീ എന്റെ കാല് ഒക്കെ കാണണം, അത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നീ എസ് പറയാവൂ, കാരണം ജീവിതമാണത്. ഒരു പക്ഷെ നീ ചിലപ്പോ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ചെയ്ത് വിവാഹം നടന്നോട്ടെ എന്ന് വിചാരിച്ചേക്കാം. അങ്ങനെ ചെയ്യരുത്. എന്റെ കാല് മുഴുവനായിട്ട് നീ കാണണം, കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രമേ നീ എന്നെ സ്വീകരിക്കാവൂന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, കാല് ഒന്നും എനിക്ക് കാണണമെന്നില്ല, കാരണം കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെ സംഭവിക്കാലോ, കാലോ കയ്യോ നഷ്ടപ്പെടാം, പലതും സംഭവിക്കാം. അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊന്നും കാണണമെന്നില്ല, അതൊന്നും കാണിക്കും വേണ്ട, എനിക്കിഷ്ടായി എന്ന് പറഞ്ഞു. അത് അത്തിരി എന്നെ സ്പർശിച്ചു. പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. വളരെ അത് സ്നേഹത്തോടെ കൂടി അവളെ സ്വീകരിച്ചു. കെയറിങ് ആണ് ആള്. നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്യും. എന്നേക്കാൾ ഉപരി ആൾക്ക് വിശ്വാസമുണ്ട്. നേരത്തെ എന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി ചെയ്ത് ആള് തരും. നല്ല രീതിയിൽ നമ്മളെ കെയർ ചെയ്യും. പള്ളിന്നോ വല്ല സംഘടനയെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച്. കൂടുതൽ യാത്ര ചെയ്തത് ഞാൻ എന്റെ ഭാര്യ വീട്ടിലേക്കാണ്. പോവാൻ ആഗ്രഹിക്കുന്നത് വേളാങ്കണ്ണിയിൽ പോണെന്ന് വലിയൊരു ആഗ്രഹമാണ്. അത് ഇതുവരെ പോയിട്ടില്ല ഞങ്ങള്. പിന്നെ എന്റെ ഒരു ആഗ്രഹം വിശുദ്ധ നാടിലേക്കൊന്ന് പോണം എന്നുള്ള ആഗ്രഹം. വഴക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അതിപ്പോ എല്ലാവർക്കും സാധാരണയാണല്ലോ. വഴക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിസ്സാരം ഞാൻ പറയണത് ചിലപ്പോ ചേട്ടന് പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ആൾക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അനുഭവങ്ങള് ജീവിതത്തിൽ ഒത്തിരി കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ ഈ അനുഭവങ്ങള് ഒരു പക്ഷെ അവർക്കത് മനസ്സിലാക്കാനായിട്ട് ചില സമയങ്ങളിൽ സാധിക്കില്ല. അപ്പൊ നമ്മള് ചെറിയൊരു വിഷമം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അതിന്റെ ആ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്തെങ്കിലും കാര്യം മനസ്സിലാക്കണതിന് മുന്നേ അപ്പൊ പിള്ളേരൊക്കെ പറയും, പപ്പ അമ്മേനെ ചീത്ത പറയരുത്, അവർക്ക് ഭയങ്കര സങ്കട. ചീത്ത പറയരുത് പപ്പ, നല്ല സ്നേഹമായിട്ടിരിക്കുക, പപ്പോട് അമ്മോട് മിണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ പിള്ളേര് ഏറ്റവും ചെറിയ മോനാണ് കൂടുതൽ വരാ. എന്റെ കൈ പിടിച്ച് ചേട്ടന്റെ കയ്യിൽ വെക്കും, പപ്പ മിണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ അവരിലൂടെയാണ് ഞങ്ങള് കൂടുതലും. പിന്നെ അധികം ദിവസമൊന്നും ഞങ്ങൾ വഴക്കിട്ടിരിക്കാറില്ല. യുവാക്കളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള ഒരു വഴിയാണ്. അപ്പോ നമുക്ക് ശരാശരി ലോകത്ത് 80 വയസ്സ് എന്ന് പറയുന്നത് 35,000 ദിവസങ്ങളാണ്. പക്ഷെ നമ്മള് ഇവിടെ എന്തോ കൂടുതൽ നാളുകൾ ഇവിടെ ജീവിക്കും എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ യുവാക്കളൊക്കെ പോകുന്നത്. അപ്പോ ഇങ്ങനൊരു ചിന്ത എപ്പോഴും നമുക്ക് നന്നായിരിക്കും. അത് നമ്മളെ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കും. നമുക്ക് ദൈവിക ചിന്തയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വചനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് അതനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ ബൈബിള് വായിക്കുക, വചനം പഠിക്കുക, അതിലൂടെ നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോ നമുക്ക് നമ്മുടെ വഴി ശരിയായ രീതിയിൽ ദൈവം നമുക്ക് കാണിച്ചു തരും. പഠിച്ച ജോലിയൊക്കെ നമുക്ക് പിന്നീട് ആയാലും പഠിക്കാം, ജോലി ചെയ്യാം, ഒക്കെ ചെയ്യാം. നമ്മുടെ സമയത്ത് തന്നെ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കണം, മക്കളെ സ്വീകരിക്കണം. രാവിലെ സാധിക്കുന്ന ദിവസമൊക്കെ ഞാൻ പള്ളിയിൽ പോവാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ പിള്ളേര് പോവും. ആദ്യത്തെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പിള്ളേർക്ക് രാവിലെ പലഹാരമാണ് എന്നും കഴിക്കാറ്. ചോറ് അങ്ങനെ കഴിച്ച് പോവാറില്ല അവര്. ചെറുപ്പം മുതലേ എന്നും പലഹാരം കഴിച്ചിട്ട് അതുണ്ടാക്കണം, പിന്നെ ചോറ് കറി എല്ലാം ചെയ്യണം. അമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആളൊന്നും ചെയ്യാൻ വരാറില്ല. പിന്നെ ചേട്ടന് നേരത്തെ പോണം, 8:30 ആകുമ്പോഴേക്കും ആള് ഇറങ്ങും. അപ്പോഴേക്കും ചോറ് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ പിള്ളേര് എനിക്ക് ഹെൽപ്പ് ചെയ്യും, തേങ്ങ ചിരകും, കാര്യങ്ങളൊക്കെ ചെയ്യും. ചേട്ടനും സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആള് ചെയ്യും. പിള്ളേർക്ക് വെള്ളം ചൂടാക്കും, അതൊക്കെ ആളാണ് ചെയ്യാറ്. വ്യക്തിപരമായ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാന് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് ദൈവവും ഞാനും തമ്മിലൊരു വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട് എനിക്ക്. അത് എന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് വചനത്തിലൂടെ തന്നെ അനുഗ്രഹിച്ച് അവരെ പ്രാർത്ഥിച്ച്, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ച്, എന്റെ അയൽവക്കക്കാര്, എന്റെ അയൽവക്കത്തുള്ള രോഗികള്, പിന്നെ മരണപ്പെട്ടു പോയവര്, പിന്നെ എന്റെ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടവർ, ഇവരൊക്കെ ഞാൻ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാനത് ദൈവത്തിനോട് പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്റെ മക്കളെ ഞാന് തൊട്ട് അനുഗ്രഹിക്കുക എല്ലാ ദിവസവും. കാരണം എന്റെ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. പക്ഷെ എന്റെ മക്കളായിട്ട് ആ മാതാപിതാക്കളുടെ ഒരു അനുഗ്രഹം എപ്പോഴും മക്കൾക്കുണ്ടെങ്കിലേ അവര് എവിടെ പോയാലും
അവർക്ക് പെട്ടെന്ന് അത് സാധിച്ചു കിട്ടും. അതിന് പല അനുഭവങ്ങളിലൂടെ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഉൽപ്പത്തി 49:26 പറയുന്നത് പോലെ നിന്റെ പിതാവിന്റെ അനുഗ്രഹം ഉയർന്ന പർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വത ഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ ഓരോരുത്തരും കൈ ഉയർത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. അതേപോലെ തന്നെ അവര് ഗർഭാവസ്ഥയിലാണെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് പിന്നെ അലക്കലും അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ചെയ്യും. ഒന്ന് അത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ കൊന്ത ചൊല്ലും, ബൈബിളൊക്കെ വായിക്കും. അങ്ങനെയുള്ള സമയം പിന്നെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ 8 മണിയാകുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. 8 മണിക്ക് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിക്കും. ദശാംശം എടുത്തു വെച്ചിട്ട് ഹോസ്പിറ്റലുകള് കുട്ടികളൊക്കെ നമ്മൾ അഡ്മിറ്റായി കിടക്കുമ്പോൾ പല ആളുകളും വന്നിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല കൊടുക്കാനായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്നൊരു വിഹിതം, ഞങ്ങൾ ഹോസ്പിറ്റലാണെങ്കിലും ഞങ്ങളൊരു വിഹിതം എടുത്തു വെച്ച് അവർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പല ആളുകൾക്ക്. അതേപോലെ തന്നെ ഇപ്പോൾ കൊറോണ സമയങ്ങളിലൊക്കെ വന്നപ്പോൾ ഒത്തിരി വീടുകളിൽ ഇങ്ങനെ അരി, വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഓരോ കവറ് പാവപ്പെട്ട വീടുകളിലേക്കൊക്കെ നമ്മൾ വലത് എന്ന് പറയില്ലേ, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന രീതിയിൽ ആരും അറിയാതെ തന്നെ നമ്മൾ ആ വീടുകളിൽ എത്തിച്ച് അങ്ങനെ കൊടുക്കാറുണ്ട്. നമ്മൾ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ആരും അറിയാതെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. കൂടപ്പുഴയുള്ള അനുഗ്രഹ സദൻ എന്നൊരു അനുഗ്രഹ സദൻ ഉണ്ട്. അവിടെ നമ്മള് വ്യാഴാഴ്ചകള് ശുശ്രൂഷ ചെയ്തു പോയിരുന്നു. കുറച്ചു നാളായിട്ട് ഇപ്പൊ അത് ഒരു ഡിലേ വന്നിട്ടുണ്ട്. കാരണം ഈ കൊറോണയ്ക്ക് ശേഷം അവര് ശുശ്രൂഷ നിർത്തി വെച്ചിരുന്നു. കാരണം കൊറോണ വന്നതോടുകൂടി, കാരണം നമ്മള് ഈ പുറമേന്ന് ചെല്ലുന്നവരാണല്ലോ, അപ്പൊ ആ കുട്ടികൾക്കും എന്തെങ്കിലും നമ്മളിൽ നിന്നുള്ള അസുഖങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് അപ്പൊ അതിനു മുന്നേ ഞങ്ങള് എല്ലാ വ്യാഴാഴ്ചയും കാലത്ത് 6 മണി തൊട്ട് 10 മണി വരെ നമ്മളവിടെ പോയി ശുശ്രൂഷ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മളിവിടെ ഒരു ടീം വർക്ക് ഉണ്ട്. ഞങ്ങൾ ഫ്രാൻസിസ്കൻ ആൽമായ സഭയിലെ ഒരു അംഗമാണ് ഞാൻ. അപ്പൊ ഫ്രാൻസിസ്കൻ ഈ ഇടവകയിലെ പ്രസിഡന്റും കൂടിയിട്ടാണ്, അതിന്റെ ആ ഭാതൃത്വത്തിന്റെ പ്രസിഡന്റാണ്. അപ്പൊ ഞങ്ങൾ 4-5 പേര് കൂടിയിട്ട് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷയില് അവിടെ പോയി, ലേഡീസും ഉണ്ടാവും, 3 ലേഡീസ്, ചിലപ്പോൾ 3 ജെന്റ്സ് അങ്ങനെ ഉണ്ടാവും. നമ്മളവിടെ പോയിട്ട് സ്ത്രീകൾ, ഈ കൊച്ചുമക്കളാണ് കൂടുതലും, കുഞ്ഞു കുട്ടികള്, ഈ ഭിന്നശേഷിക്കാരൻ എല്ലാവരും. അപ്പൊ അവർക്ക് അനങ്ങാൻ പോലും പറ്റാത്തവര്. അപ്പൊ അവരെ നമ്മള് പല്ല് തേപ്പിക്കും, കുളിപ്പിക്കും, അവരെ മോഷണൊക്കെ എടുത്ത് കളഞ്ഞ് അവരെ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കും. പിന്നെ അവർ കുളിപ്പിച്ച് നീറ്റാക്കി പോരും. നീറ്റാക്കിയിട്ട് ഞങ്ങള് തിരിച്ചു പോരും. അപ്പൊ ഒരു 10 മണി വരെ ഞങ്ങള് കാലത്ത് ശുശ്രൂഷ ചെയ്യും. അവിടെ ചെന്ന് 6 മണിക്ക് കുർബാനയ്ക്ക് ഇരിക്കും. കുർബാനയില് ഇരുന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഒരുങ്ങിയതിനു ശേഷം ശുശ്രൂഷയ്ക്ക് ഇറങ്ങും. ഞാനിപ്പോ കടയില് അക്ഷയയിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ പിള്ളേര് ഓരോരുത്തരായിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ ഇങ്ങനെ കയറി വരും. അപ്പൊ ആ കടയിൽ അപ്പൊ ആൾക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കും ഇവിടെ ട്യൂഷൻ ഉണ്ടാവും ചോദിക്കും. അപ്പൊ ഞാൻ പറയും ട്യൂഷനില്ല, അതെന്റെ പിള്ളേരാന്ന് പറയും. അപ്പൊ അവര് പറയാം ചേച്ചി 4 മക്കളുണ്ടാ? 4 പേരുണ്ട്. അപ്പൊ 4 ആൺപിള്ളേരാ? അതെ എന്ന് പറയും. അപ്പൊ ഒരു പയ്യൻ ഇന്നാള് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഒരെണ്ണം തന്നെ പ്രസവിച്ചിട്ട് അവൾക്ക് അതിനെ തന്നെ നോക്കാൻ വയ്യ, ഞാൻ ചേച്ചിയുടെ കാര്യം പോയി പറയണം, ചേച്ചി വീട്ടിലെ കാര്യങ്ങളും കടയിലെ കാര്യങ്ങളും അത് കഴിയുമ്പോൾ മക്കളുടെ കാര്യങ്ങളും ഒക്കെ നോക്കണത് എനിക്ക് അവളോട് പോയി പറയണം, അവൾക്ക് ഇതന്നെ മതി എന്ന് പറഞ്ഞാണ് അവൾ ഇരിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും നിർത്തണ്ട, ഈ ഒരു മക്കളൊക്കെ ആവട്ടെ. അപ്പോൾ അതിനൊന്നും ആരും ഇപ്പൊ തയ്യാറല്ല. കൂടുതൽ മക്കൾ വേണമെന്നോ ഇനി അവരെ നോക്കണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തികം നമ്മൾ വളരെ മോശമാണ് ഇപ്പോൾ. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ 1 രൂപ പോലും ഇല്ലാതിരുന്ന അവസ്ഥ ഉണ്ട്. അന്ന് പിന്നെ കടയിൽ വരും, അന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഒന്നിനും ദൈവം ഇതുവരെ ഒന്നിനും ഞങ്ങൾക്ക് കുറവ് വെച്ചിട്ടില്ല. ഇല്ലാതിരുന്നാലും ആ സമയത്ത് എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ട്. ഇന്നത്തെ തലമുറ നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അവര് അതായത് ഈ സാമ്പത്തിക ഒരു സമ്പത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു വരുന്നത്. ഇപ്പൊ നമ്മൾ വിവാഹം എടുത്തു നോക്കിയാലും നമുക്ക് ആ ഒരു സാമ്പത്തിക മേഖല നോക്കിയിട്ട് തന്നെയാണ്. വിശ്വാസമോ അല്ലെങ്കിൽ ദൈവഭക്തിയോ ഇതിനൊന്നും പ്രാധാന്യമില്ലാതെ സാമ്പത്തിക മേഖല നോക്കിയാണ് പരസ്പരം വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാവരും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പത്താണ്. അപ്പൊ ഈ സമ്പത്തിനെ നമ്മൾ ലക്ഷ്യം വെച്ച് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് മതി വരില്ല.
അപ്പൊ നമ്മള് പലതും നമ്മൾ ആലോചിക്കും. പക്ഷെ ഈ സമ്പത്ത് കൊണ്ടും നമ്മൾക്ക് അത് തൃപ്തിപ്പെടാണ്ട് വരുമ്പോൾ നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ നേരിടണമെങ്കിൽ നമ്മൾക്ക് ദൈവഭക്തി, ആ ദൈവഭയം, അല്ലെങ്കിൽ ആ കൽപ്പന പ്രകാരം നമ്മളോട് ഈശോ പറയുന്നുണ്ട് അല്ലെ, നിങ്ങള് കാക്കകളെ നോക്കുവീൻ, കുരുവികളെ നോക്കുവീൻ ഒക്കെ പറഞ്ഞ ആ വചനം പറയുന്നുണ്ട് നമ്മളോട്. നിങ്ങള് ആകുലരാകരുത് എന്നുള്ള ആ വചനത്തിനെ നമ്മള് എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുവാനും, അതുപോലെ തന്നെ ഈ കൂടുതലായിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 22 ഏജ് വിട്ടിട്ട് ഇപ്പൊ ഒരു 30 ഏജിലേക്കാണ് ഇപ്പോഴത്തെ വിവാഹങ്ങൾ കൂടുതൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് 1-2 മതി. പിന്നെ കൂടുതലും പ്രഗ്നൻസി കാലഘട്ടങ്ങളിൽ ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരും. അപ്പോ ആരും ഇതിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെ നമ്മളെ പ്രാർത്ഥന നമുക്കറിയാം, സ്വർഗസ്ഥനായ പിതാവേ, അന്നൊന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്, അന്നൊന്നു വേണ്ട ആഹാരം നമുക്ക് തരണേ എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അത് വിട്ടിട്ട് നമുക്ക് 1 വർഷത്തേക്കുള്ള അല്ലെങ്കിൽ 2 വർഷത്തേക്കുള്ള കോടികളും ഉണ്ടായിട്ട് പോലും നമ്മൾ തൃപ്തരല്ല എന്നുള്ളതാണ്. അപ്പൊ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് അന്നന്നുണ്ട് വേണ്ട ആഹാരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഇന്ന് വരെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പുതിയ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങള് ദൈവവചനത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ മുൻപോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മൾ നിത്യജീവൻ ലക്ഷ്യമാക്കി തന്നെ നമ്മൾ മുൻപോട്ട് പോകും.